ഇന്നലെ ഷാഫി പറഞ്ഞത് എന്ത് സത്യമായിരിക്കുന്നു? പറഞ്ഞത് അച്ചട്ടായി എന്ന് പറയുന്നത് പോലെ സഖാവിനെയും സംഖ്യയെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സംഘാവ് എന്ന് വിളിക്കേണ്ട സാഹചര്യമെന്നാണ് ഷാഫി പറഞ്ഞത്. നേരം വെളുത്തപ്പോഴേക്കും അത് നടന്നിരിക്കുന്നു. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തിയപ്പോൾ വാരിപ്പുണർന്ന മുഖ്യമന്ത്രിയാണ് കാണാനായത്. ഒരു വശത്ത് LDF, മറുവശത്ത് UDF എന്ന നിലയിലാണ് നിലവിലെ സാഹചര്യമെന്നും എന്നാൽ ഇനി മുതൽ മൂന്നാമതൊരു പക്ഷം കൂടി ഉണ്ടാകുമെന്നും BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ മുഖ്യനും അതേ വേദിയിൽ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത ആഘോഷം അറിയിക്കാൻ മോദി എത്തിയപ്പോഴായിരുന്നു മുഖ്യൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കോർപ്പറേഷൻ ഭദ്രമായിട്ട് BJPക്ക് സമർപ്പിച്ച ആത്മാഭിമാനം മുഖ്യന്റെ മുഖത്ത് വാനോളം കാണാനുണ്ടായിരുന്നു. വിമർശിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രീതി പിണറായി മോദിയും ഒരുപോലെ നടത്തിക്കൊണ്ടുപോകുന്നു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ കളികളും ഇവിടെ തിരക്കഥ ഒന്നാക്കി മാറ്റുന്നു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ കളികൾ ഇവിടെ തിരക്കഥ ഒന്നാണ്. നടന്മാർ മാത്രമേ മാറുന്നുള്ളൂ. കോൺഗ്രസിനെ തകർക്കുവാൻ അവർക്കിടയിൽ രഹസ്യമായൊരു അന്തർധാര സജീവമാണെന്നതിന്റെ തെളിവുകൾ നാൾക്കുനാൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പുതിയ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടാണ്. കൊടിയുടെ നിറം ചുവപ്പാണെങ്കിലും മനസ്സ് കാവ്യോടടുക്കുന്ന കാഴ്ച. സഖാവ് എന്ന പദവിയുടെ മഹത്വം കളഞ്ഞുകുളിച്ച് അധികാരത്തിന് വേണ്ടി സംഘിപ്പാളയത്തിൽ അഭയം തേടുന്നവരെ കാലം സംഘാവ് എന്ന് തന്നെ വിളിക്കും. ഒരാൾ ദില്ലിയിൽ നിന്നും തിരക്കഥ എഴുതുന്നു, മറ്റൊരാൾ തിരുവനന്തപുരത്ത് അത് നടപ്പിലാക്കുന്നു. കേന്ദ്ര ഏജൻസികൾ വാതിക്കൽ വന്നു നിൽക്കുമ്പോൾ മാത്രം തുടങ്ങുന്ന ഈ സൗഹൃദ നാടകങ്ങൾ ആരെ ബോധ്യപ്പെടുത്താനാണ് എന്നാണ് സമൂഹം ഇപ്പോൾ ചോദിക്കുന്നത്. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഇവർ കൈകോർക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് കേരളത്തിന്റെ മതേതര മനസ്സാണെന്ന് ഇവർ മറന്നുപോകുന്നു. ഷാഫി പറഞ്ഞത് എത്ര സത്യമാണ്? സംഖ്യയും സഖാവിനെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. അഴിമതിയുടെ ഫയലുകൾ കേന്ദ്രത്തിൽ എത്തുമ്പോൾ ഇവിടെ വിപ്ലവം തണുക്കുന്നു. പകരം BJPക്ക് വളരുവാൻ പാകത്തിന് മണ്ണൊരുക്കുന്നു. CPMന്റെ ചുവപ്പൻ കോട്ടകളിൽ കാവിപ്പടയ്ക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഈ അന്തർധാര കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പറക്കുന്നതിന് മുൻപ് ഷാഫി പറഞ്ഞത് ഇന്ന് കണ്ടു. നമുക്ക് ഷാഫി പറയുന്ന അദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ആവേശം നിങ്ങൾ കാണുന്നില്ലേ? ഇത് നട്ടുച്ചയാണ്. അത് കാണുന്ന നട്ടുച്ചയെ തോൽപ്പിക്കുന്ന ആവേശ ചൂടിലാണ് UDF. ജനങ്ങൾ തയ്യാറാണ്. വരുന്ന വഴിയിലുടനീളം ആബാലവൃദ്ധം ജനങ്ങളും UDFന് ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുന്നത് പോലുള്ള പ്രതികരണങ്ങളാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് വലിയൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശാൻ പോവുകയാണ്. അത് UDFലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആ പാർട്ടി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. കോൺഗ്രസ് പാർട്ടി മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ചോദ്യം ബാക്കി നിൽക്കുന്നു. അയ്യന്റെ സ്വർണം കട്ട CPMന്റെ ഉന്നത നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അതിൽ എന്ത് ന്യായീകരണമാണ് CPMന് പറയാനുള്ളത്? സമാനമായ കേസുകളിൽ MLAമാരുടെ കാര്യത്തിൽ എന്ത് ന്യായീകരണമാണ് CPMന് പറയാനുള്ളത്? ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെ, സ്വർണ്ണക്കള്ളന്മാർക്കെതിരെയുള്ള വലിയ വികാരമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ട ശബരിമലയിലെ സ്വർണ്ണമോഷണം തന്നെയാണ്. കാരണം വെറും ഒരു മോഷണമല്ല, ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച ഒരു പ്ലാൻഡ് മോഷണമാണ്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൂട്ടാണത്. സർക്കാർ സ്പോൺസേഡ് മോഷണമാണ്. പാർട്ടി അറിഞ്ഞുള്ള മോഷണമാണ്. അപ്പൊ അത് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഞങ്ങളത് നിരന്തരം ഉന്നയിക്കും. നടപടിയെടുക്കാൻ CPM ഭയക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് അവർ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണം. പാർട്ടി തീരുമാനം വന്നു കഴിഞ്ഞു. പാർട്ടി തീരുമാനം എല്ലാവരും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതൊക്കെ KPC പ്രസിഡന്റാണ് പറയുന്നത്. പാർട്ടിയുടെ തീരുമാനം ഇപ്പൊ നിലനിൽക്കുന്നു.